to Giggly Cow. Hello guys, welcome back to our YouTube channel. ഇന്ന് ഞങ്ങള് ഒരു റോഡ് ഡ്രൈവിന് പോവാണ്. ഒരു ലോങ് ഡ്രൈവാണ്. ഡെസ്റ്റിനേഷൻ തന്നെ പറയല്ലേ, വായ്പാറ. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ പ്രധാനമായിട്ടുള്ള മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ചാലക്കുടി വഴിയാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചാലക്കുടിയിൽ ഇറങ്ങാൻ കഴിയുമെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ടാണ് വാൾപ്പാറയ്ക്ക് കയറാം. സോ നമുക്ക് പോവാം. ഞങ്ങള് ഇപ്പോ കുറെ യാത്ര ചെയ്ത് ഇപ്പോ ആതിരപ്പള്ളി വായച്ചാൽ പോകുന്ന റോഡില് കയറിയിട്ടുണ്ട്. പോന്നു. ഞങ്ങൾക്ക് എന്താ വിഷയം വന്നത്? വിഷയമല്ല, ഞങ്ങളുടെ പ്രശ്നം തന്നെയാണ്. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു 7 മണി ആയിണ്ടാവും. ഞങ്ങൾ നേരത്തെ ഇറങ്ങണം, 5 മണിക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ 5 മണിന് മുൻപ് ഇറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്താണ്ടാണ് കിടന്നത്. അങ്ങനെ പിന്നെ തട്ടിപ്പടഞ്ഞ് എണീറ്റ് എല്ലാം റെഡിയായി ചായ കുടിച്ച് ഇറങ്ങിയപ്പോൾ 7 മണിയായി. കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി 7 മണിയായി അപ്പം ഇറങ്ങിയപ്പോൾ. അതുകൊണ്ടാണ് ഈ ഒരു ടൈമും ഈ ഒരു വെയിലൊക്കെ ആവാൻ കാരണം. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം എന്തായാലും ഞാൻ വിചാരിക്കണത് വെള്ളം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പം എൻ്റെ നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ കുഞ്ഞായിരുന്നപ്പം എൻ്റെ പെച്ചിൻ്റെ കൂടെ ഒരുപാട് തവണ പോയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആതിരപ്പള്ളി വാട്ടർഫോൾ എന്ന് പറയുന്നത്. ഞങ്ങളുടെ സ്ഥിരം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടനാണ്. കലാഭവൻ മണി ആളുടെ വലിയൊരു ആരാധകനായിരുന്നു എൻ്റെ ഫാമിലിയിലെല്ലാവരും, ഞാനും അടക്കം. ഇപ്പോഴും ഞാനിപ്പോഴും ആൾ മരിച്ചുപോയി, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറായിരുന്നു. അപ്പോൾ ആളുടെ വീടൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പം കൊണ്ടുപോയി കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ആളെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ആളുടെ വീടൊക്കെ അന്നേ മണിക്കൂടാരം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ പോയി കണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ആതിരപ്പള്ളി വിസിറ്റ് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. ഇനി 22 കിലോമീറ്ററിലൂടെയാണ് അങ്ങോട്ടുള്ളത്. നോക്കാം, എവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ നീണ്ട യാത്രകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആതിരപ്പള്ളിയിൽ അപകടമാണ്. ആന ഇറങ്ങണ ഏരിയയിലാണ് ഇപ്പം നമ്മളുള്ളത്. ആനകളിലെ ആനക്ക് കഴിക്കാനേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്.
അത് ഇറങ്ങാൻ പാടുണ്ടോ അറിയില്ല. ഒന്നും പറഞ്ഞില്ലല്ലോ. ആന കുത്തി തിന്ന കണ്ടില്ലേ ഈ അവിടെ കാട്ടില്ല, ഇവിടെ കത്തുണ്ട് ഏരിയ. ഇങ്ങനെ കാട്, ഈ ഭാഗത്ത് ഫുള്ള് പന, വലിയ 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 പന. ഭംഗി കാണാൻ മൊത്തത്തിലൊരു പുകമയം. കാരണം അവിടെ എന്തോ പുക കത്തുണ്ട്, അതിന്റെ പുകണ്ട് ഇങ്ങോട്ടുണ്ട്. അനിമൽ ക്രോസിംഗ് മാനൊക്കെ ക്രോസ് ചെയ്യുന്നു പറഞ്ഞാണ്ട് കാണിക്കുന്നു. ഇവിടെ ഇറങ്ങാൻ പാടില്ല, കാരണം ഇവിടെ കറണ്ടിന്റെ ഡ്യൂറേഷൻ. അങ്ങനെ ഞങ്ങള് വാട്ടർഫാളിന്റെ അടുത്തെത്തി. ഞങ്ങള് അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ആതിരപ്പള്ളി വാട്ടർഫാളിൽ എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് 60 രൂപ. ഒരു നൊസ്റ്റാൾജിക് ഫീലിന്റെ മൈൻഡിൽ കൂടെ ഓടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകണം. കുറച്ചധികം നടക്കാനുണ്ട്. നമുക്കൊക്കെ ഓർമ്മയുണ്ട്, കുഞ്ഞായിരുന്നപ്പോൾ ടെച്ചിൻ്റെ കൂടെ ഞങ്ങൾ ഫാമിലി ആയിട്ടേന്ന് വന്നു. ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അന്ന് വന്നതൊക്കെ ഓർമ്മയുണ്ട്. ഓക്കെ, മൈൻഡിൽ കൂടെ ഇങ്ങനെ വിടുക അന്ന് വന്നതും വെള്ളത്തിൽ കളിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് പോയി നോക്കാം. ക്യാപ്പ് ഇട്ടു ഗൈസ്. ലെമൺ ജ്യൂസ് 20 rupees. ലെമൺ ജ്യൂസ് അങ്ങോട്ട് കയറുമ്പോൾ ആവശ്യം വരും. 20 രൂപക്ക് ലെമൺ ജ്യൂസ് കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ എന്തായാലും ആവശ്യം വരും. അപ്പൊ നമുക്ക് വാങ്ങി കുടിക്കാം. നല്ല ഭംഗിയുള്ള കാടിന്റെ അകത്തോട്ടുള്ള വഴിയാണ്. ആളുകളുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ കൊട്ടം വെയിലത്തൊന്നും ആരും വരൂല. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ലേഡീസ് ടോയ്ലറ്റ് അവിടെ ജെൻസിൻ്റെ ടോയ്ലറ്റ് അവിടെ കിട്ടും. അതിനൊന്നും ഇഷ്യമില്ല. നമുക്ക് ഇനിയിപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ വെള്ളത്തിലിറങ്ങി ഇതിലൂടെ പോയാൽ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എത്തും. ആദ്യം ഇവിടെ പോയിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, ആദ്യം ഇങ്ങോട്ട് പോയത് ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ
ഭയങ്കര വഴുക്കലായിരുന്നു ഏരിയയിലൊക്കെ. എനിക്കറിയില്ല, അവിടെയൊക്കെ വഴുക്കലായിരുന്നു. അന്ന് എല്ലായിടത്തും വെള്ളപ്പൊക്കമുള്ള സമയത്ത് ആ കാണുന്ന റൂമിൽ ആ ഒരു ഇതില്ലേ ഹൗസ്, ഒരു കൂടാരം, അത് മൊത്തത്തിൽ ഒളിച്ചു പോയ വീഡിയോയിലുണ്ടായിരുന്നല്ലോ. ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സൗണ്ടൊക്കെ വെള്ളച്ചാടുന്ന സൗണ്ട് കേൾക്കില്ലേ? നമുക്കിതിന് താഴെ ഒന്ന് പോയി നോക്കണേ. അവിടെ കുറച്ചുകൂടെ അടുത്ത് കാണാൻ കഴിയും വെള്ളച്ചാട്ടം. ഞാൻ എൻ്റെ കൂടെ വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ആ വഴി അങ്ങനെ പോയി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നു ആ ചെടിന്റെ ബാക്കിൽ, അവിടെ അത്ര ആയില്ല എന്ന് പറഞ്ഞാണ്ട് അവിടുന്നായിരുന്നു ഞങ്ങള് വെള്ളത്തിലിറങ്ങി കുളിച്ച് അങ്ങനെയൊക്കെ. ഇവിടെ ഇങ്ങോട്ട് എൻട്രി ഇല്ല, ഇവിടെ ഒക്കെ കയറിങ്ങനെ കെട്ടി കണ്ടോ, കയറി കെട്ടിയിട്ട് അപ്പൊ അങ്ങോട്ടൊന്നും എൻട്രി ഇല്ല. ഭയങ്കര വെയിലാട്ടോ.
ബീച്ചിലൂടെ ഇപ്പൊ നമ്മള് വരുന്നത്. പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം അവിടെ കുടിശ്ശേരിയുള്ള പേരൻസ് വെള്ളമാണ് കുടിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ആ ഭാഗത്തൊന്നും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുടിക്കാൻ പറ്റുന്ന ക്ലിയർ വെള്ളമായിരിക്കും. മാറ്റന്റെ മുകളിൽ നമുക്ക് താഴെ പോയി നോക്കണം. വെള്ളം ചാടുന്ന ആ ഒരു പഞ്ഞി അതൊന്നും കാണും. അപ്പോൾ ഇനി നമുക്ക് താഴെ ഭാഗത്ത് പോവാം കേട്ടോ. അവിടെ വെള്ളച്ചാട്ടം നമുക്ക് അടുത്തുനിന്ന് കാണാം. ഓക്കെ, അത് മൺസൂൺ സമയത്തൊക്കെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നല്ല വെള്ളവും അതിൻ്റെ ചീതിലടിക്കൂലേ, അതൊക്കെ നല്ല രസമുണ്ടാവും കാണാൻ. എന്തായാലും ഇന്ന് നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ. വാട്ടർഫോൾ അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറച്ചുകൂടെ താഴത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോഴേക്ക് നമ്മൾ മാക്സിമം നമ്മളെ എനർജി ഡ്രെയിൻ ആവും. അപ്പോൾ ഇറങ്ങാൻ നമുക്ക് സുഖമായിട്ട് ഇറങ്ങാം. അങ്ങോട്ട് കയറുമ്പോഴേക്ക് നമ്മുടെ എനർജി മൊത്തം ഡ്രെയിൻ ആയി പോകാനാണ് ചാൻസ്. സോ ഞാൻ വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വെള്ളം മേടിച്ചിട്ട് വേണം താഴേക്ക് ഇറങ്ങാൻ. എന്നിട്ട് അവിടുത്തെ വിശേഷമുള്ള കാഴ്ചകൾ കാണാം. ഇതിന്റെ ട്വിസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ ചുരത്തിന്റെ ഇറങ്ങാം. അതെ, അങ്ങനെ ഇറങ്ങി വരണം. അപ്പൊ ഞാനിപ്പോ ആലോചിക്കണം എന്താണോ, ഇറക്കം നമുക്കിപ്പോ എങ്ങനെങ്കിലൊക്കെ നമ്മള് മെല്ലെ കയറണല്ലോ. ഈ ഇറക്കം മുഴുവൻ ഇങ്ങോട്ട് തിരിച്ചു കയറണല്ലോ എന്നാണ് ഞാനിപ്പോ ആലോചിക്കണം. പക്ഷെ ശരിയാ, എന്തായാലും അതെ, നല്ല വൈബാണ്. ഈ ഇറക്കവും ഈ കയറ്റൊക്കെ നമുക്ക് തരുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോളിന്റെ വ്യൂ ആണ്. സോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കയറി വരുന്ന ഓരോരുത്തര് ക്ഷീണിച്ചണം. ഇപ്പൊ എന്റെ അവസ്ഥ എന്താകോ എന്തോ. അവിടെ വെള്ളച്ചാട്ടത്തിന്റെ തണുപ്പ് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്.
ഇത് നല്ല മഴക്കാലാവുമ്പോ ഇത് മൊത്തത്തിൽ നിറഞ്ഞൊഴുകും. ഇപ്പൊ ഈ രണ്ട് ഏരിയയിൽ മാത്രമല്ലേ ഉള്ളത്, പക്ഷെ മഴക്കാലത്ത് ഇത് മൊത്തത്തില് അടിപൊളി വ്യൂ ആണ്. ഞാൻ ഫസ്റ്റിലൊക്കെ വന്ന സമയത്ത് ഫുള്ള് നിറഞ്ഞൊഴുകിയ വ്യൂ എന്നാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി. ഭയങ്കര കാറ്റാണ്. അതിന്റെ ആ വെള്ളം വീണതിന്റെ ഫോഴ്സ് കൊണ്ട് ഇങ്ങോട്ട് നല്ല ഒരു പ്രഷർ ഉണ്ട്, ആ ഒരു കാറ്റുണ്ട്. അതേപോലെ വെള്ളം ഇങ്ങനെ തെറിക്കുന്നുണ്ട്. നല്ല ചൂടും അവിടെ നല്ല വെയിലുണ്ട്. അടിപൊളി. അവിടെ ആ ഭാഗത്ത് കണ്ടോ, ഇവിടെ മൊത്തത്തില് നമ്മള് മഴക്കാലായാലും ഇവിടെ മൊത്തത്തില് വെള്ളം നിറയും. അപ്പൊ നമ്മള് നിൽക്കുന്ന ഏരിയയിലൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പൊ അവിടെ ഇവിടെ നിന്നിട്ടാണ് കാണാറുണ്ട് ഉള്ളത് തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ കണ്ടോ വെള്ളം ഇങ്ങനെ, ഇവിടെ മൊത്തത്തിൽ വെള്ളം ഉണ്ടാവും. നല്ല ഭംഗിയാ. അപ്പൊ നല്ല ശീതലടിക്കും. റെയിൻകോട്ട് ഇട്ടിട്ടാണ് ആളുകള് അവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കണത്. നമ്മള് റീലിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആ ഏരിയ ആണത്. അടിപൊളിയാ ഗൈസ്, അടിപൊളി. അപ്പൊ ഇങ്ങോട്ട് വരാനും മീൻസ് അവിടുന്ന് നമ്മള് വണ്ടി നിർത്തി അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരണ അതും ഇവിടുന്നാണ് കേറണതും പോയിച്ച് കഴിഞ്ഞാല് ഈ വ്യൂ, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അതൊക്കെ ആ റിസ്ക് ഒക്കെ എടുക്കാന്ന് പറയൂലേ, ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് വല്ല ടാറ്റ പറയാണ്. മതിവരുവോളം ഞങ്ങൾ ഈ കാഴ്ച ആസ്വദിച്ചു. നല്ല വൈബാ. ആൾക്കാരുണ്ട് വെച്ചുണ്ട്, ഒന്നാമത് വെയിലായിട്ടായിരിക്കും കേട്ടോ, അതുകൊണ്ടായിരിക്കും. അവിടെ മുകളിലല്ല ആൾക്കാർ കുടിക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ അറിഞ്ഞിട്ടില്ല, അത് അറിയാൻ അവിടെ ഇവിടെ ഇരിക്കാണ്. അപ്പം വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.